ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോ? ഉണ്ണി, ഇപ്പൊ എന്റെ ഉണ്ണിക്ക് സന്തോഷായോന്ന്? ഒത്തിരി ഒത്തിരി. മായക്കോ? എനിക്കും. ഇപ്പോഴെനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ ഞാനാണെന്ന്. അല്ലേ മായ? പക്ഷെ മുത്തശ്ശി, എന്തു പറ്റി മായേ? അവര് വീണ്ടും ശല്യം ചെയ്യാൻ വരുന്നുണ്ട്. നോക്കിയേ, ആ നിൽക്കുന്ന പെൺകുട്ടിയാണ് ഞങ്ങളുടെ ഡേസി. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞു നടക്കുന്ന ചെറുക്കനെ അടുത്ത് നിൽക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ, എന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എന്റെ ആത്മാവിനോ? ഞങ്ങളുടെ കൂടി ചേർത്ത് പ്രാർത്ഥിക്കച്ചോ. അച്ഛൻ എന്താ പേടിയുണ്ടോ? പേടിയൊന്നുമല്ല കുഞ്ഞാടെ, സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. വിഷമിക്കണ്ട, ഞാനല്ലേ കൂടെ ഉള്ളത്. മായ വന്നോളൂ. എന്താ തന്റെയൊക്കെ ഉദ്ദേശം? ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലേ? ഡേസി മോളെ, ഞാൻ ഡേസി ഒന്നുമല്ല, എന്റെ പേര് മായന്നാ. കേട്ടല്ലോ, ഇനിങ്ങനെ പോയിക്കൂടെ? അസുഖമുള്ള കുട്ടിയാ, അവൾ അങ്ങനെ പറയൂ. അസുഖം എനിക്കല്ല, തനിക്കാ. ഉണ്ണി വാ, നമുക്ക് പോവാം. കുഞ്ഞാടെ, നീ സാത്താന്റെ പിടിയിൽ പെട്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. താന്ന് പോടോ. വാ മോളെ, നമുക്ക് വീട്ടിലോട്ട് പോവാം. സ്വർഗസ്ഥനായ മിശിഹാ തമ്പുരാനെ, സാത്താന്റെ പിടിയിൽ നിന്ന് ഡേസി മോളെ രക്ഷിക്കണമേ. അല്ലെങ്കിൽ നമുക്ക് കൊല്ലാണ്ടി വരും. അവിടെ കിടത്തി. കുരിശും കൊന്തയും കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം എന്താണെന്ന് അറിയാലോ പിതാവേ. പിതാവേ, പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടണമേ. പിതാവേ, പരീക്ഷണം വരുത്, കൊന്ത കയ്യിൽ കിട്ടേ. ഞാനിപ്പോൾ പറന്നു പോയേനെ കുഞ്ഞാടേ. ഡേസി വിളിച്ചോ? ഡേസിയോ? അത് ഡേസി അല്ലേ, യേശിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് പോകാം. കണ്ടീഷൻ വളരെ മോശമാണ്. മുറിക്ക് പിടിച്ചു നിന്നോ കുഞ്ഞാടേ, ഇല്ലെങ്കിൽ തെറിച്ചു പോകാം. എന്തെങ്കിലും മന്ത്രം ജപിക്കച്ചോ, അല്ലെങ്കിൽ അവള് നമ്മളെ കൊല്ലും. കൊന്ത പോയുടെ കുഞ്ഞാടെ, ഇനിയൊരു മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാച്ചോ? നമുക്ക് ഓടി രക്ഷപ്പെടാൻ വരും കുഞ്ഞാടികളെ. അയ്യോ, താഴെ ഇറങ്ങാനും പറഞ്ഞേ. താഴെ ഇറങ്ങാൻ. വേഗം വിട്ടു, അവരെല്ലാവരും പൊക്കിക്കൊണ്ടിരിക്കാം. ഈ കാറ് പൊങ്ങി. സാത്താനെ.
ഗായത്രി പോയിക്കോളൂ, ഞാൻ ഉണ്ണിയേട്ടനെ വന്നോളാം. ഉണ്ണി ഉണ്ണി ഉണ്ണി, മായ നിനക്ക് വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. ഉണ്ണി എഴുന്നേക്ക്, വാ പോവാം. അവര് പോയോ? അവര് പോയി. ദേ ഇന്ദു വരുന്നുണ്ട്. ഇന്ദു? ഉം. ദേ അവളോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്ത് പറ്റി ഉണ്ണിയേട്ടാ? ഞങ്ങള് വെറുതെ കാറ്റുള്ള ഇറങ്ങിയതാ അല്ലേ മായ? നീ എന്താ ഇവിടെ? ഗായത്രി ഞാനും ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയാ, കാർ കണ്ട് നിർത്തിയതാ. ആ നീ ഇതൊന്നും ചെന്ന് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട. പാപ്പോ വല്യമാവൻ തളർന്നു വീണ സമയം രണ്ടുപേരും കൂടി മുതലാക്കിയാണല്ലേ? പിന്നെ മുതലാക്കണം. നീ നിന്റെ കാര്യം നോക്കണം കേട്ടോ. ദേ ഉണ്ണിയേട്ടന്റെ ഏലസോടെ അഴിഞ്ഞു കിടക്കുന്നു. കൈ ഇങ്ങോട്ട് നീട്ടിയേ. മുത്തശ്ശിയെങ്ങാനും കണ്ടാ പിന്നെ ഇത് മതി കേട്ടോ. എന്താ മേപ്പാട്? ദുരാത്മാവ് ഈ കോലോത്തുള്ള ഏതോ ശരീരത്തിൽ കുടിയേറി കഴിഞ്ഞിരിക്കണോ? ആരുടെ ദേഹത്താണെന്ന് അങ്ങോട്ട് തീർത്തും പറയാൻ വയ്യ. ആരൂടം തടുത്തിരിക്കണോ? സംശയിക്കാൻ എന്തിരിക്കുന്നു? അമ്മാവൻ വെട്ടിയിട്ട പോലെയല്ലേ കിടന്നിരുന്നത്. അമ്മാവന്റെ ദേഹത്ത് എന്തോ കൂടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഓം കാളി ലോകമാതേ, എല്ലാം നിന്നിൽ അർപ്പിച്ചിരിക്കണു. ഇയാളെ പിടിച്ച് കളത്തിലിരുത്തുക. ഇരിക്കേ ഇങ്ങടെ. ആ കയറി ഇരിക്ക. ആരാ നീയ്? നീ ആരാണെന്ന് ഉരിയാടുന്ന നല്ലത്. ഇല്ലച്ചാ പറയിപ്പിക്കും. പറയില്ലല്ലേ? എന്റെ ഭഗവതി, എന്റെ അമ്മേ. ദുരാത്മാവ് തമ്പുരാന് ശരീരത്തിലല്ല, ഇതവളെ വികൃതി മാത്ര. ഒന്നും കളത്തിൽ തെളിയുന്നില്ല തമ്പുരാട്ടി. അവൾ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കണു. ഭഗവതി, അനിഷ്ടങ്ങൾ എന്തെങ്കിലും? എല്ലാവരും കരുതിയിരുന്നുകൊള്ളുക. ജലപാനം പോലും ഇല്ലാതെ കഠിന മന്ത്രങ്ങൾ കൊണ്ട് അവളെ ആവാഹിച്ചു കെട്ടാനുള്ള ഒരുക്കങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കും. ഏത് ശരീരത്തിൽ ഒളിച്ചിരുന്നാലും അവളെ നോം ആവാഹിച്ച് നമ്മുടെ മന്ത്രപ്പുരിൽ എത്തിച്ചിരിക്കും. ആകെ ഭയം തോന്നുന്നു മേപ്പാടൻ. ധൈര്യം സംഭരിച്ചേ ഒക്കൂ. ഒന്നും സംഭവിക്കില്ല. തൽക്കാലം ഈ തകിടുകൾ ഓരോത്തിന്റെ 4 അതിരുകളിലും കുഴിച്ചിടുക. ഇതിന്റെ ശക്തി കൊണ്ട് അവൾ ഇവിടുന്ന് തനിയെ ഇറങ്ങി നമ്മുടെ മന്ത്രപ്പുരയിൽ എത്തിക്കൊള്ളും. ഈ കോലോത്ത് വസിക്കുന്ന ആരെങ്കിലും ഏകനായി വേണം ഈ കർമ്മം നിർവഹിക്കാൻ. ധൈര്യവും മനഃശക്തിയുള്ള ആർക്കാ ഞാൻ ഈ തകിടുകൾ കൈമാറുക? എന്താ ആരും ഇല്ലാന്നുണ്ടോ? ഏറ്റവും യോഗ്യനായ ഒരാളുണ്ട്. ആരാത്? നമ്മുടെ ആവേശാനന്ദ സ്വാമികൾ. അയ്യോ, ആവേശാനന്ദ വരിയ. ജയ് ഹനുമാൻ. മേപ്പാടൻ വന്നോളൂ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ കോലോത്ത് അങ്ങേക്കാൾ മനഃശക്തിയും ഈശ്വര ചൈതന്യവും വേറെ ആർക്കാ ഉള്ളത്? അങ്ങിത് ഏറ്റുവാങ്ങണം. അഗ്നയേ തേജോധിപതയെ ശക്തിഹസ്തായ സൂര്യപാർഷദേ നമ. ഇനി ഇത് കൈമാറാൻ പാടില്ല. ഇന്ന് രാത്രി ഏകനായി കോലോത്തിന്റെ 4 അതിരുകളിലും ഇത് കുഴിച്ചിടണം. ഒരു കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുഴിച്ചിടുന്നതിന് മുമ്പായിട്ട് 3 വട്ടം ജലത്തിൽ മുങ്ങി അരയിൽ ഒരു കോടിമുണ്ട് മാത്രം ധരിച്ചു വേണം കർമ്മങ്ങൾ നടത്തുവാൻ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ നമോ. ഓം ശക്തി ദുർഗായ നമ. ഓം കാളി നമോ.
സഹിക്കണേനും ക്ഷമിക്കണേനും ഒരു അതിലുണ്ട് കേട്ടാ. നിങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചു പോയ കുറ്റത്തിന് എന്നെ ഇവിടിട്ട് പെടുത്തുന്ന പെടാപ്പാടൊന്നും പോരാഞ്ഞിട്ട് ഇപ്പറേ നട്ട പാതിരാക്കി ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് നടക്കണോന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ? ഓരോരോ വിശ്വാസങ്ങളെ. ഇതാണാ വിശ്വാസം? പാതിരാക്കി പെണ്ണുങ്ങൾ ഇത്തറ്റം തുണി കൊടുത്തോണ്ട് നടക്കണതാ. വേണമെങ്കിൽ ഇതൊരു മുണ്ടെടുത്തോ. ഓ ഇതുവരെ ആകാവാ. വഷ്ട് വഷ്ട് വഷ്ട്. മറ്റാരുടെയും സാന്നിധ്യം ഉണ്ടാവില്ല. വേണമെങ്കിൽ 4 അതിരിലും ഞാൻ തന്നെ നേരത്തെ കുഴി കുത്തിയിട്ടേക്കാം. നിർബന്ധമാണെങ്കിൽ ഒരു കൊച്ചു തോർത്തുകൂടി പുതച്ചോ. ഈ തകിട് കൈമാറാൻ പാടില്ലെന്ന് പറഞ്ഞോണ്ടാ. നിന്റെ കൃഷ്ണേട്ടൻ മരിച്ച നീ വിധവയായി പോവില്ലേ? എനിക്ക് വേണ്ടി ത്രേസ്യ മോളെ ഈ ഉപകാരം ചെയ്യണം. ഞാനെന്നും കീഴടങ്ങിയേക്കണത് ഈ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതും ചെയ്യാൻ കേട്ടാ. മേപ്പാടൻ. ഓ അതും ഇല്ല പോ. എനിക്ക് മേലായേ എന്റെ ഉണ്ണിയേശുവേ.